ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ദൈവത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത് 1 പത്രോസ് 1 മുതലുള്ള ഭാഗങ്ങളാണ്. പത്രോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന് 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. തുടർമാനമായിട്ടായിരിക്കും നമ്മൾ ശുശ്രൂഷിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് എങ്ങനെ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി? ഗന്നേസരത്ത് തടാകത്തിൽ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടെ യേശു വന്ന് നിന്നു. 2 ബോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊന്നിൽ പത്രോസ് ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ വല വീശിയിട്ടൊന്നും കിട്ടിയില്ല. അതിൽ യേശു വന്ന് കയറി. യേശു അവിടെ അവരോട് പ്രസംഗിച്ചു. അതിനുശേഷം പത്രോസിനോട് ചോദിച്ചു, സത്യനോട് പറഞ്ഞു, ആഴത്തിൽ നീക്ക് വലയിറക്ക്. പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവൻ ഞങ്ങൾ വീശിയിട്ടൊന്നും കിട്ടിയില്ല, നിന്റെ വാക്കിന് വലയിറക്കാം. പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. മറ്റു പടകിലുള്ളവരെയും ആരെയും കൂടെ വിളിച്ച് അവരിലും നിറഞ്ഞു. പക്ഷെ ഇത് കണ്ടിട്ട് പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നെ വിട്ടുപോകും. ശരിക്കും യേശുവിനെ ഒരാൾ കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണ്. കാരണം യേശുവിൻ്റെ ആ വിശുദ്ധിയുടെ മുന്നിൽ നിൽക്കാൻ യഥാർത്ഥമായിട്ട് വെളിപ്പെട്ട് കിട്ടിയവർക്ക്, ഞാൻ പാപിയാണ്, എന്നെ വിട്ടുപോകും. പക്ഷെ അങ്ങനെ ആരും മറ്റുള്ളവർ പറഞ്ഞില്ല. എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. കർത്താവിൻ്റെ സന്നിധിയിൽ യഥാർത്ഥമായിട്ട് വന്നാൽ ആദ്യം നടക്കുന്ന കാര്യം പാവബോധമാണ്. കാരണം അവൻ്റെ സന്നിധി നിൽക്കാൻ പറ്റില്ല, അത്ര വിശുദ്ധനായിരിക്കുന്നിടത്ത്. അപ്പോൾ പത്രോസിന് അവൻ ദൈവമാണെന്നുള്ളൊരു വെളിപ്പാടിൽ നിന്നാണ് ആ പാവബോധം വരുന്നത്. അല്ലെ പാവബോധം ഒരിക്കലും വരില്ല. കൂടെയുണ്ടോരുന്നതൊക്കെ പരിഭ്രാമത്തരായി. യേശു അന്നേരം പറഞ്ഞത്, നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. ദൈവമാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നതല്ലേ, നീ ഇന്നു മുതൽ മനുഷ്യൻ പിടിക്കുന്നവനാകും. സ്വയമായിട്ട് പറയാൻ പറ്റില്ല. കപ്പലും എല്ലാം ബോട്ടും എല്ലാം വിട്ടിട്ട് യേശുവിൻ്റെ പുറകെ പോയി. അപ്പം അതിനുശേഷം നമ്മൾ പത്രോസിനെ കാണുന്നത് കടലിന്മേൽ നടന്നു വരുമ്പോഴാണ്. യേശു ഒരു പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്കിരയ്ക്ക് പൊക്കൂ. പക്ഷേ കാറ്റും കോളും അടിച്ചു. യേശു ഇവർ പരിഭ്രമിച്ചു, എന്ത് ചെയ്യണമെന്നറിയില്ല. യേശു രാത്രിയിൽ വെള്ളത്തിൽ കൂടി കടന്നു വരുന്നു. ഇതാരാന്ന് പോലും തിരിച്ചറിയാതെ വണ്ണം പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ, ഞാനാകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ യേശുവിനോട് പത്രോസ് ചോദിക്കുകയാണ്, നീ ആകുന്നെങ്കിൽ ഞാനും ഈ വെള്ളത്തിൽ കൂടി നടക്കാനൊന്ന് കൽപ്പിക്കാമോ? പത്രോസ് കാലെടുത്ത് വെച്ചു അല്പം നടന്നു എന്നുള്ളതാണ്. പക്ഷേ കാറ്റിനെ നോക്കിക്കേട്ടോ ഭയപ്പെട്ടു. മുങ്ങാൻ പോയപ്പോൾ, നാഥാ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. കർത്താവ് അവിടുന്ന് രക്ഷിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ പത്രോസിനെ കാണുന്നത്, ഞാൻ ഈ അപ്പോസ്തലൻ എന്ന പത്രോസിനെ പറ്റി ഒരു വിവരണം തരിക. ശിഷ്യന്മാരോട് ചോദിച്ചു, ഈ ജനം എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ചിലർ ഏലിയാ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്, ചിലർ ഇരമിയാവെന്ന് പറയുന്നുണ്ട്, പ്രവാചകന്മാരിൽ ചിലർ, സ്നാപകയോഹന്നാൻ, പ്രവാചകന്മാരിൽ ചിലർ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ബറിയോന ശീമോനെ, ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്നായ പിതാവത്രേ. നീ പത്രോസാകുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. അതിനുശേഷം യേശു പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോകും. മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കയ്യാൽ അനേക കഷ്ടങ്ങൾ സഹിക്കും, മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അന്നേരം പത്രോസ് യേശുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും നിനക്ക് സംഭവിക്കരുത്. പത്രോസിനെ വിളിച്ചത്, സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യരുള്ളത് എത്ര ചിന്തിക്കും. എന്നെ അവിടെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യം, പാപമെന്ന് പറയുന്നത് മനുഷ്യനുള്ള ചിന്തിക്കുന്ന, ദൈവത്തിനുള്ള ചിന്തിക്കാതെ മനുഷ്യരുള്ള ചിന്തിക്കുന്നതാണ് പാപം. അത് സാധാന്യമാണെന്നാണ്. എന്നിട്ട് പറഞ്ഞു, നീ തന്നെത്താൻ ഉപേക്ഷിച്ച്, അതുകൊണ്ടാണ് മനുഷ്യനുള്ള ചിന്തിക്കരുത്.
സ്വയം നിൽക്കുമ്പോഴാണ് മനുഷ്യനുള്ള ചിന്തിക്കുക. തന്നെത്താൻ ഉപേക്ഷിച്ച് ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വന്നില്ലെങ്കിൽ നിനക്കെന്നെ ശിഷ്യനായിരിക്കാൻ പറ്റില്ല. ജീവനെ കളയുന്നവനെ നേടും, ജീവനെ നേടുന്നവനെ കളയും. സ്വയമായിട്ടൊരിക്കലും ദൈവത്തെ സന്നിധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ സ്വയത്തെ കളയണം, യേശുവിൽ പിൻപറ്റണം. അതിനുവേണ്ടി ആ ക്രൂശെടുത്ത് അനുദിനം പിൻപറ്റുന്ന. അത് കഴിഞ്ഞ് നമ്മൾ പത്രോസിനെ കാണുന്നത് പല മേഖലയിലുണ്ട്. ഞാൻ ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. യേശു കാൽവറിയിലേക്ക് പോകുന്നതിന് മുമ്പ് യേശുവിനോട് പത്രോസ് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കഷ്ടം സഹിക്കാനും മരിക്കാനും വരെ റെഡിയാണ്. യേശു പറഞ്ഞു, നീ ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളിക്കളയും. അന്നേരം നിന്നോട് കൂടെ മരിക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ കഴിവ് കൊണ്ട് ഒരിക്കലും കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തെ കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ അങ്ങ് പറയുക. ദൈവത്തെ കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയിട്ട് അത് കഴിയുന്ന ഉടനെയാണ് എല്ലാവരും കൂടെ തീ കായുന്നതിൻ്റെ ഇടയ്ക്ക് പോയിരുന്ന് പത്രോസ് അവിടെ ഇരിക്കുക. ഒരു ബാല്യക്കാരത്തിയുടെ മുന്നിൽ, ഇവനും ആ ഗലീലക്കാരൻ്റെ കൂട്ടത്തിലുള്ളവനല്ലയോ, ഞാനവനെ അറിയുന്നില്ല. 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം തള്ളിക്കളയുമ്പോൾ യേശു തിരിഞ്ഞ് നോക്കി. അത് ഭയങ്കരമല്ലേ? തകർന്നുപോയി പത്രോസ്. യൂദ തകരപ്പെട്ടില്ല. പക്ഷേങ്കിൽ യൂദ തകരപ്പെട്ടില്ല. മാനസാന്തരം എന്ന് പറയുന്നത് കർത്താവിലേക്കുള്ള മടങ്ങി വരവാ. അല്ലാതെ എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ തെറ്റിയതെന്നും പറഞ്ഞ് ഉതൂങ്ങിച്ചാകുന്നതല്ല. കർത്താവിലേക്ക് മടങ്ങി വരുന്നതാണ്. യേശു പത്രോസ്, നിങ്ങളെ സാത്താൻ പാറ്റിക്കളയുവാൻ എന്നോട് കൽപ്പന ചോദിച്ചു. പക്ഷെ നിന്റെ വിശ്വാസം പോയാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇപ്പം നോക്കിയേ, നമ്മുടെ വിശ്വാസം കൊണ്ട് ഒരിക്കലും ദൈവസന്നിധി നിൽക്കാൻ പറ്റില്ല. എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി. അവസാനത്തോളം സഹിച്ചിരിക്കുന്നവരെ രക്ഷിക്കപ്പെടത്തുള്ളൂ. നമുക്കവിടെ അവസാനത്തോളം സഹിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ, ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ പറ്റില്ല. അവിടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് പോലും കർത്താവാണ്. അതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ വരുന്ന ഏറ്റവും വലിയൊരു കാര്യം. സൂക്ഷിക്കുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റല്ലേ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് മടങ്ങി വന്നു കഴിയുമ്പോൾ ഒരു മീൻ പിടിക്കാൻ പോയി. നോക്കിയേ, എൻ്റെ നടുവിൽ യേശു പ്രത്യക്ഷപ്പെടുന്നു. അവിടെയും പെരുത്ത മീൻകൂട്ടം കണ്ണു ഒരുമിച്ചിരുന്ന് ഭക്ഷിച്ചു. യേശുവാണെന്നറിഞ്ഞപ്പോൾ നഗ്നനായിരുന്നെടുത്ത് ചാടി പക്ഷെങ്കിൽ മടക്കിക്കൊണ്ടിരിക്കുക. അവർ ചോദിക്കുന്നു, 3 പ്രാവശ്യം അവിടെ തള്ളിപ്പറഞ്ഞതിന് പകരമായിട്ട് ചോദിക്കുകയാണ്, ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നാ. സ്നേഹിക്കുന്നത് പറയുന്നില്ല, പ്രിയമുണ്ട്. അതിൻ്റെ വ്യത്യാസമുണ്ട്. സ്നേഹമെന്ന് പറയുന്നത് അഗാപ്പെ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ്. അത് മനുഷ്യനിലില്ല. നമ്മൾ പ്രിയമേ ഉള്ളൂ. നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രിയം. നമ്മുടെ സ്നേഹത്തിൻ്റെ വ്യത്യാസം എന്താണെന്നറിയാം? നമ്മളെ ആരൊക്കെ സ്നേഹിക്കുന്നു, നമുക്ക് ആരെങ്കിലും നമ്മളെ സഹായിക്കുമെന്നുള്ളവരെ സ്നേഹിക്കാം. അതിനപ്പുറമായിട്ടൊരു സ്നേഹം എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് കൽപ്പന അനുസരിക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. പറ്റുമോ? ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ ദൈവസ്നേഹത്തിൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റൂ. അപ്പം എന്നെക്കൊണ്ട് കഴിയാത്ത കാര്യമാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സ്നേഹിക്കാൻ പറ്റുന്നത്. എന്നെക്കൊണ്ട് കഴിയില്ല. കാരണം ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളവരെ, എന്നെ സഹായിക്കുന്നവരെ, അല്ലാതെ മനുഷ്യൻ്റെ സ്നേഹം കൊണ്ട് പറ്റില്ല. പക്ഷെ മനുഷ്യൻ്റെ സ്നേഹത്തിൽ ജീവിക്കാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവസ്നേഹത്തിൽ ജീവിക്കാനാണ്. അതുകൊണ്ടാണ് നമ്മളെക്കൊണ്ട് ഇത് കഴിയില്ലെന്ന് പറഞ്ഞത്. ദൈവത്തിന് മാത്രമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കൂടി മാത്രമേ ഫലം കൊണ്ടുവരാൻ പറ്റൂ. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് ഫലം കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലമൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്ന ഫലമല്ല. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. അതെന്നെ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും മേയ്ക്കാൻ പറഞ്ഞിട്ടില്ല, ആടുകളെ മേയ്ക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
എന്നിട്ട് അവസാനം പത്രോസിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. നീ ഒരു പ്രാവശ്യം മടങ്ങി വരുമ്പോൾ, അല്ല, ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ ഒരിക്കൽ മടങ്ങി വന്നിട്ട് സഹോദരന്മാരെ ഉറപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരണത്തിന് മുമ്പ് പത്രോസിനോട് പറയുന്നുണ്ട്, അവൻ്റെ മരണം കൊണ്ട് എന്തോ ചെയ്യും? പത്രോസ് തൻ്റെ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പം മരണം പോലും ദൈവത്തെ മഹത്വപ്പെടുത്തും. നമ്മുടെ മരണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ഞാൻ വേണേ ആ വാക്യം ഒന്ന് കാണിക്കാം. എത്രയായിരുന്നു? യോഹന്നാന്റെ സുവിശേഷമാണെന്ന് തോന്നുന്നു, 21 ജീസസ് ഹല്ലേലൂയ. നോക്കി അതിൻ്റെ 18-ാമത്തെ വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, അതിനാൽ ഇവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്നൊക്കെ മരണം പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുമായിരുന്നു പത്രോസ് എന്ന് അവൻ സൂചിപ്പിച്ചു. പക്ഷെ നേരത്തെ കർത്താവിന് വേണ്ടി മരിക്കാമെന്ന് പറഞ്ഞാൽ മരിക്കാൻ പറ്റിയില്ല. കാരണം എന്താ? മനുഷ്യനാൽ അത് അസാധ്യം, ദൈവത്താൽ മാത്രമേ സാധ്യമുള്ളൂ. ദൈവത്തിന് വേണ്ടി മരിക്കാൻ ദൈവത്താൽ മാത്രമേ പറ്റൂ. മനുഷ്യൻ അതിനുള്ള കഴിവില്ല. കർത്താവിനെ ശുശ്രൂഷിക്കാൻ എൻ്റെ കഴിവുകൊണ്ട് പറ്റത്തില്ല, കർത്താവിൻ്റെ കഴിവുകൊണ്ട് മാത്രമേ പറ്റൂ. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാനും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊരു വിശുദ്ധ ജീവൻ പറ്റില്ല. അതറിയാവുന്നതുകൊണ്ടാണ് യേശു മനുഷ്യനായി വന്നത്. എന്നോടുള്ള സ്നേഹമാണ്. ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിന്നോടുള്ള സ്നേഹമാണ് നിന്നെ വിശദീകരിക്കുന്നത്. അത് എന്നെ ഒരുപാട് മാറ്റി. എന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തോടുള്ള സ്നേഹമാണ്. നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന് നിങ്ങളുള്ള സ്നേഹം കൊണ്ടല്ലേ. കാരണം വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാനൊക്കത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എനിക്കിവിടെ നല്ല സമ്പത്ത് തന്ന് നല്ല കുഞ്ഞുങ്ങളെ കണ്ടു ഇതുകൊണ്ടല്ല, എന്നെ വിശുദ്ധീകരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. കാരണം എന്നെ വിശുദ്ധീകരിക്കാതെ ദൈവത്തിന് എന്നെ തേജസ്സിലെത്തിക്കാൻ പറ്റത്തില്ല, വിശുദ്ധീകരിക്കാതെ എന്നെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം എന്നെ വിശുദ്ധീകരിക്കുന്നതാണ് എന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ബാക്കി ഈ ലോകത്തിലെ എല്ലാം തരുന്നാലും എല്ലാം തന്നിട്ട് എന്നെ വിശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിത്യനരകത്തിലേക്കാണ് പോകുന്നത്. ഇനിയും ഞാൻ തന്നെ വിശുദ്ധീകരിക്കാൻ നോക്കിയാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ദൈവത്തിന് മാത്രമേ എന്നെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ വിശദീകരിക്കാൻ പറ്റൂ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇപ്പം ഞാനൊരു പ്രവൃത്തി ചെയ്താൽ എന്നിൽ നിന്നാണെങ്കിൽ അതിൻ്റെ മഹത്വം എനിക്കാണ്. പക്ഷെ ദൈവം എന്നിൽ കൂടി ചെയ്താൽ അതിൻ്റെ മഹത്വം ദൈവത്തിനാണ്. വ്യത്യാസം ഒരുപാടുണ്ട്. ദൈവം തരുന്ന പ്രാപ്തിക്കനുസരിച്ച് ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം ദൈവത്തിനും, ഞാൻ ചെയ്യുമ്പോഴും. അതുകൊണ്ടാണ് ഈ സ്വയനീതി ഇത്ര ദൈവത്തിന് ഭയങ്കര വിരോധമാണ്. സ്വയനീതിക്കകത്ത് ദൈവത്തിന് മഹത്വമേ കിട്ടുന്നില്ല. അനേകർ സ്വയനീതിയിലാണ്. ചർച്ചിൽ വരുന്നുണ്ട്, ഞാനിതൊക്കെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ സ്വയനീതി കാണിച്ചു കൊടുക്കുക. അപ്പോൾ യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശു മരിച്ചത് വെറുതെ ആയിപ്പോയി അവർക്ക്. പ്രൈസ് ദി ലോർഡ്. ഏത് നീതി നമ്മൾ നിത്യതയിലെത്തും? ഏത് നീതി കൊണ്ട് ദൈവത്തെ ഞാൻ പ്രസാദിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ എന്തെങ്കിലും വാങ്ങിക്കും? എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ യേശു മരിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്ക്. ഈ സത്യം വെളിപ്പെടുത്തി തരാൻ ദൈവം. വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാനൊക്കില്ല. നമ്മുടെ വിശുദ്ധി അല്ല, ദൈവത്തിൻ്റെ വിശുദ്ധി കൂടാതെ. ദൈവത്തിൻ്റെ വിശുദ്ധി എന്നിൽ ഉളവാക്കേണ്ടത് ദൈവത്തിന് മാത്രമേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് യേശു കാൽവറിയിൽ മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസിനെ പറ്റിയാണ് ഞാൻ അത്രയും ഇൻട്രൊഡക്ഷൻ തന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, പത്രോസിനറിയാം, പത്രോസിന് സ്വയമായിട്ട് തിരഞ്ഞെടുത്തതല്ല, ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. എൻ്റെ വഴിയിലുടനീളം എന്നെ മാറ്റിയത് പത്രോസാണ്. എല്ലാം എന്നെ വഴിനീളെ എൻ്റെ യാത്രയിൽ ഉടനീളം എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവമാണെന്ന് പത്രോസിന് വ്യക്തമായിട്ടറിയാം. ഈ അപ്പോസ്തലനെയാണ് ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തിയത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് ദൈവം തിരഞ്ഞെടുത്ത. ദൈവം തിരഞ്ഞെടുക്കാത്ത ആർക്കും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റില്ല. അനേകർ മനുഷ്യൻ സ്വയമായിട്ട് തിരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. നോക്കിയേ, പത്രോസ് പൊന്ത്യോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിദൂനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും
വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത് ഇപ്പോഴത്തെ തുർക്കി പ്രവിശ്യ ഇപ്പോഴത്തെ തുർക്കിയാണ്. അപ്പോൾ ഇത്രയും സ്ഥലത്ത് ആരാ ചിതറി പാർക്കുന്നത്? യഹൂദന്മാരാ. കാരണം പത്രോസ് യഹൂദന്മാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ചിതറി പാർക്കുകയാണ് ഇവർ. അതായത് പത്രോസിൻ്റെ ഒന്നാമത്തെ അപ്പോസ്തല പ്രവൃത്തിക്കകത്തെ പ്രസംഗം കേട്ടവരാകാം, അല്ലാതെ പല രീതിയിൽ സുവിശേഷം കേട്ട് കർത്താവിനെ സ്വീകരിച്ച് വന്നവരാകാം. അവർ ചിതറി പാർക്കുക, ചിതറി പാർക്കുക എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പാർക്കുന്ന യഹൂദന്മാർ. പരദേശികളും നോക്കിയാൽ, പരദേശികളെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇവരെല്ലാം യഹൂദന്മാരല്ലേ, പല സ്ഥലങ്ങളിൽ നമ്മൾ പറയത്തില്ലേ പരദേശിയ. ഇപ്പം നമ്മൾ ഗൾഫിൽ താമസിക്കുന്നവർ നമ്മൾ പറയത്തില്ലേ പരദേശിയാണ്. ആ പരദേശിയായിട്ടല്ല ഇവിടെ കാണുന്നത്. ഈ പരദേശി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വേറെയാണ്. ഈ പരദേശി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവർ സ്വർഗത്തിലെ പൗരന്മാരാണ്. ആ ഒരു ബോധ്യം കിട്ടിയാൽ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാവും. ഇത് ഈ പരദേശികൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തുകാരനല്ല, സ്വർഗീയ പൗരത്വമുള്ളവരാണ് എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ലേഖനത്തിൽ തന്നെ കാണുക. 2-ാം അധ്യായം എൻ്റെ 9-ാമത്തെ വാക്യം തൊട്ട് വായിക്കുന്നു. നിങ്ങളും അന്ധകാരത്തും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ. ഒന്നേക്ക് അപ്പം ദൈവം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ജനമല്ലാത്തവരായിരുന്നു. ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. അപ്പോൾ ദൈവത്തിൻ്റെ ജനവും ആകുന്നത് ദൈവം തിരഞ്ഞെടുക്കുമ്പോഴാണ്. കരുണ ലഭിക്കാത്തവർ. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവർക്ക് കരുണ ലഭിക്കുന്നു. ഇപ്പോഴോ കരുണ ലഭിച്ചവർ. നോക്ക്, അപ്പോൾ മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നോക്കിയേ. അപ്പോൾ തിരഞ്ഞെടുത്തവരുടെ കൂട്ടമാണ് പ്രവാസികളും പരദേശികളും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ താൽക്കാലിക ജീവിതമാണ്. നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിൽ. അപ്പോൾ ആ ഒരു വെളിപ്പാട് കിട്ടിയാൽ തന്നെ സംഗതി മാറി, ഇവിടുത്തെ ഉള്ള അറ്റാച്ച്മെൻറ്റ് മാറി. ഞാൻ നോർത്ത് ഇന്ത്യയിലുള്ള മിഷണറിമാരോടൊക്കെ പറയും, 25 സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ദൈവികമല്ലത്. 25 അനുഗ്രഹിക്കപ്പെട്ട വർഷമെന്ന് പറയുന്നത് ദൈവികമല്ല. ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ എന്തിനു വേണ്ടിയാണ് മുമ്പേ കാത്തിരിക്കുന്നവരെ പറ്റി പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? 25 അനുഗ്രഹിക്കപ്പെട്ട വർഷമാക്കാൻ വേണ്ടിയിട്ടാണോ അതോ കർത്താവിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? ഞാൻ പരദേശിയാണ്. ഏത് സമയവും കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ കൊതിയോടെ ഇരിക്കുന്ന ഞാൻ 25 അനുഗ്രഹിക്കപ്പെട്ട വർഷമാണെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ താവള ഇവിടെ അടിച്ചു. ഇവിടെ എഴുതി വെച്ചാൽ പരദേശികളായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അത് ജഡമോഹമാണ്. ഏത് സമയം. അതുകൊണ്ടാണ് പൗലോസൊക്കെ പറയുന്നത് ഈ ശരീരം ഒന്ന് വിട്ടു പിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കാൻ ഏറെ കാംക്ഷിക്കുന്നു. അങ്ങനെ ഒരു കാംക്ഷയോടാണോ അവനായി കാത്തിരിക്കുന്നവർ? അങ്ങനെ വേണ്ടിയാണ് കാത്തിരിക്കുന്നല്ലേ? നമ്മൾ പ്രവാസികളാണ്. ഫിലിപ്പ് ലേഖനം 3:20. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പൗരത്വം ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ ആയിരിക്കും കാത്തിരിക്കുന്നത്. പൗരത്വം ഇല്ലാത്തവരോ? ഞാനിത് പഠിച്ചപ്പോൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ 2 പൗരത്വം ഉണ്ടെങ്കിൽ എൻ്റെ മെയിൻ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും സ്വർഗത്തിലെ നിയമം അനുസരിച്ചാണ്, ദൈവരാജ്യത്തിലെ നിയമം അനുസരിച്ച് എനിക്കിവിടെ ജീവിക്കാൻ പറ്റൂ. കാരണം അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നുള്ളൂ. താൽക്കാലിക പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പറയാൻ തന്നെ കാരണം എന്തെന്നറിയാമോ? അനേക ശുശ്രൂഷകന്മാരെന്തോ ചെയ്തെന്നറിയാമോ? നോക്ക് 19-ാമത്തെ വാക്യം. അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു. നോക്കിയേ, എന്നിട്ടാണ് പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പോൾ ഇത് ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ പൗരത്വം ഉറപ്പിച്ചിട്ടില്ല. ഉറപ്പിച്ചിട്ടുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം മറ്റതിനെ പറ്റിയല്ല ചിന്ത. അവിടെ ഉറപ്പിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചോളം കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുക. അവരുടെ കാത്തിരിപ്പ് 25-ാം വർഷം എങ്ങനെ തയ്ക്കുമെന്നുള്ളതല്ല, ഇന്ന് കർത്താവ് വന്നാൽ പോകണം തേജസ്സിൽ. അത് തന്നല്ല, കർത്താവ് വന്നാൽ 1 മിനിറ്റ് കൊണ്ട് ഞാൻ പോകത്തില്ല. എൻ്റെ ഓട്ടം ആത്മാവിൽ ആ വിശുദ്ധിയിലേക്ക് വേണ്ടി കർത്താവിനെ പോലെ ആകാനുള്ള ഓട്ടത്തിലാണെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ.
കാരണം അങ്ങനെ ഓട്ടത്തിലുള്ളവരെ ചേർക്കാനാണ് നമ്മൾ വരുന്നത്. യേശു വരുന്നതല്ലേ. കാരണം ഒരിക്കൽ വന്നത് നമ്മളെ പാപം നിമിത്തമാണ് വന്നത്, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് വന്നത്. ഇനിയും ഈ പാപത്തിൽ നിന്ന് രക്ഷിച്ച് അവനായി കാത്തിരിക്കുന്നവരെ ചേർക്കാനാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എപ്പോഴും നമ്മുടെ ഉള്ളിലത്തെ ആ ഇച്ഛ എന്താണ്? കർത്താവ് വരും അല്ലേ? ആദിമസഭയിൽ അങ്ങനെ ആയിരുന്നു. മാറാനാഥ, കർത്താവ് വരാറായി അന്നോട്ട്. അപ്പോൾ എപ്പോഴും ഒരുക്കത്തോടെ ഇരിക്കാനാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ആ വിശുദ്ധിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള. ജീസസ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് മടങ്ങി വരാം. 1 പത്രോസിലേക്കാണ് നമ്മൾ വരുന്നത്. ചിതറിപ്പാർക്കുന്ന പരദേശി എന്നുള്ളതിന് ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ചു. നോക്കിയേ, പിതാവിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാട്ടെ. ഇതിനകത്ത് ഒരുപാട് തിയോളജിയുണ്ട്. ഒന്ന്, വ്രതന്മാർ, ഗോഡ്സ് എലക്റ്റ്, ദൈവം തിരഞ്ഞെടുത്തവർ. അതിനാണ് വ്രതന്മാർ എന്ന് പറയുന്നത്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർ, ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. ഹു ആർ ചൂസൺ അക്കോർഡിംഗ് ടു ദ ഫോർ നോളജ് ഓഫ് ഗോഡ്. ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അവരെ എന്തോ ചെയ്തു? ആത്മാവിൽ അവരെ വിശദീകരിച്ചു. അപ്പോൾ ആദ്യം നടക്കുന്ന ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ അനുസരണം കാണിക്കാൻ പറ്റൂ. അപ്പോൾ വിശദീകരണം കൂടാതെ നമ്മൾ അനുസരണം കാണിച്ചാൽ, എൻ്റെ ആത്മാവ്, എൻ്റെ അകത്തെ, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാതെ ഞാൻ അനുസരണം കാണിച്ചാൽ പുറമേ ഉള്ള, അതാണ് പരീശന്മാർ, കപട ഭക്തി. അപ്പോൾ ദൈവം ഒരാളെ ലോകസ്ഥാപന രൂപയെ തിരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ആ തിരഞ്ഞെടുപ്പിനെ പറ്റി ഞാൻ വേറെ ദിവസം എടുക്കാം. എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത്? ഒറ്റ വാക്യത്തിൽ ഞാൻ പറഞ്ഞു തരാം. എഫേസ്യ ലേഖനം 1, നാലാമത്തെ വാക്യം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൻ തിരഞ്ഞെടുക്കുകയും. നോക്ക്, എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പ്, അതായത് ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് നമ്മളെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അപ്പോൾ ദൈവത്തിൻ്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, യേശുവിൻ്റെ കാൽവറി മരണം നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ട് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തത്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്, അന്നേ തിരഞ്ഞെടുത്തതാണ്, അന്നേ കണ്ടതാണ്. അപ്പോൾ യേശു കാൽവറിയിൽ മരിക്കുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. എന്നിട്ട് എന്തിനു ചെയ്യേണ്ടതാണ്? നമ്മളെ ഈ സമയത്താണ് നമ്മളെ ആത്മാവ് വന്നിട്ട് നമ്മളെ വിശദീകരിക്കുന്നത്. ആണോ? മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വാദഗതിയുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത യേശുവിനെ തിരഞ്ഞെടുത്തു, പിന്നൊരു കൂട്ടത്തെ തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ നിന്ന് ആര് വിശ്വസിക്കുന്നോ അവരെ ദൈവം തിരഞ്ഞെടുത്തു. അപ്പം അവരുടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പില്ല, അവരുടെ തിരഞ്ഞെടുപ്പാണ്. ഇൻഡിവിജ്വലായിട്ട് ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തിയോളജിക്കൽ പരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം വരുവാണെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു കൂട്ടത്തെ തിരഞ്ഞെടുത്തു, അവരിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ഉള്ളൂ. യേശുവിനെ തിരഞ്ഞെടുത്തു, അവരിൽ വിശ്വസിക്കുന്നവരെ സഭയായിട്ട് ദൈവം തിരഞ്ഞെടുത്തു എന്നാണ്. പക്ഷെങ്കിൽ ഇൻഡിവിജ്വലായിട്ട്, ഓരോ വ്യക്തിപരമായിട്ട് ദൈവം തിരഞ്ഞെടുത്തില്ല ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് വാദഗതിയുണ്ട്. പക്ഷേ ആ വാദഗതി തെറ്റാ. പെട്ടെന്ന് ഞാനൊരു വചനം കാണിക്കാം. ഞാൻ അതിൽ കൂടുതൽ നിൽക്കുന്നില്ല, വേറൊരു സമയം അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. 1 പത്രോസ് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26-ാമത്തെ വാക്യം നോക്കിയാൽ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല. നോക്കിയേ, കുലീനന്മാരും ഏറെയില്ല. അപ്പോൾ വ്യക്തിപരമായിട്ടാണ് വിളിച്ച്, ഒരു കൂട്ടത്തെ അല്ല. സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല. നിങ്ങൾ പറയത്തില്ലേ, ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയും, ഇവിടെ IAS പിടിച്ചിട്ട് ഒരു കാര്യമില്ല, ദൈവം തിരഞ്ഞെടുത്തില്ലെങ്കിൽ IAS കൊണ്ട് എന്ത് കാര്യമായിരിക്കും? അങ്ങനെയുള്ളൊരു കുറവാണെന്ന് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ബലവാന്മാരായില്ലേ, നമ്മൾ നല്ല ബലമുള്ളവർ ഇല്ല, കുലീനന്മാരും ഇല്ല, വലിയ ആഠ്യത്വമുള്ളവരും ഇല്ല. ദൈവം അങ്ങനെയുള്ള തിരഞ്ഞെടുത്തിട്ടില്ല, മുക്കുവന്മാരെയല്ലേ തിരഞ്ഞെടുത്തത്. അപ്പോൾ വ്യക്തിപരമായ തിരഞ്ഞെടുത്തേക്കുന്നത്, കൂട്ടത്തെ അല്ല. നിങ്ങളുടെ വിളിയെ നോക്കാം, ദൈവമാണ് വിളിക്കുന്നേ. വിളിയും തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെയാണ്, നമ്മൾ ഉറപ്പിക്കണമെന്നാണ് പത്രോസ് എഴുതിയിരിക്കുന്നത്.
വിളിയും തിരഞ്ഞെടുപ്പും ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഉറപ്പിക്കുന്ന വെച്ചാൽ ഞാൻ ആ വിളിയും തിരഞ്ഞെടുപ്പിനകത്തുണ്ടോ, ഞാൻ ആ വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നെ ദൈവം നടത്തുന്നുണ്ടോ? ഇതാണ് അവിടുത്തെ ചോദ്യം. ഇനി ഞങ്ങൾക്ക് ആ വിളി ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. നോക്കിയേ 24-ാമത്തെ വാക്യം നോക്കി. യഹൂദന്മാർക്ക് ഇടർച്ച, ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. നോക്കി, അപ്പോൾ യഹൂദന്മാരുടെ അകത്തുനിന്നും ജാതികളുടെ അടുത്തുനിന്നും വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തി, ബാക്കിയുള്ളവർക്ക് ദൈവശക്തിയല്ല, ദൈവജ്ഞാനവും അല്ല ക്രിസ്തു. ഇന്ന് അനേകർക്ക് ക്രൂശ്, അവർക്ക് ദൈവശക്തിയും ദൈവജ്ഞാനവും അല്ല. എന്തുകൊണ്ടാണ്? വിളിയില്ല. അവർക്ക് ഇടർച്ചയാണ്, അല്ലെങ്കിൽ ഭോഷത്വമാണ്. അപ്പോൾ ലോകത്തിലെ എല്ലാവരും വന്നു കഴിഞ്ഞു, യഹൂദന്മാരും ജാതികളും. അപ്പോൾ യഹൂദന്മാർക്ക് ഇടർച്ചയാണ്, ജാതികൾക്ക് ഭോഷത്വമാണ്. ആര്? യേശു ക്രിസ്തു അല്ലേ? പക്ഷേ വിളിക്കപ്പെട്ടവർക്കോ? ദൈവശക്തിയും ദൈവജ്ഞാനവും. ഓക്കെ, അപ്പം വിളിക്കപ്പെട്ട എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് പോകാൻ യേശു ക്രിസ്തു എനിക്ക് ദൈവശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. ഞാൻ പ്രിയപ്പെട്ടവരോട് ചോദിക്കുക, യേശു ക്രിസ്തു നിങ്ങൾക്ക് ദൈവജ്ഞാനവും ദൈവശക്തിയുമാണോ? എനിക്ക് സ്വയമായിട്ടൊരു ജീവിതം പറ്റുമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു എനിക്ക് ദൈവശക്തിയും ദൈവജ്ഞാനവും ആകേണ്ട കാര്യമില്ല. അങ്ങനെ വിളിച്ചവരെ, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം എന്തോ ചെയ്തു? ആത്മാവിനാൽ വിശദീകരിച്ചു. ഇന്ന് പത്രോസ് നമ്മളവിടെ നിൽക്കുക. നോക്കിയേ, ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച്, അപ്പോൾ ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ അനുസരണം കാണിക്കാൻ പറ്റൂ. ആത്മാവ് നമ്മളെ വിശദീകരിച്ചെങ്കിൽ മാത്രമേ, എൻ്റെ ഹൃദയത്തെ മാറ്റിയെങ്കിൽ എനിക്ക് അനുസരിക്കാൻ പറ്റൂ. ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിക്കാതെ ഞാൻ അനുസരിച്ചാൽ, അതായത് ആത്മാവ് എന്നെ വിശദീകരിക്കാതെ ഞാൻ അനുസരിക്കാൻ പോയാൽ പുറമേ കാണത്തുള്ളൂ, അകത്തു നല്ല അനുസരണം വരുന്നു. വൃതന്മാർ, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എഴുതുന്നു. മുമ്പേ പറഞ്ഞതുപോലെ ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നവർ. ഒരു വചനം കൂടെ ഞാൻ കാണിക്കാം ഇതിൻ്റെ അകത്ത്. 2 തെസ്സലോനിക്കർ 2:13. ഓക്കെ, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13. ഞങ്ങളോ കർത്താവിൻ്റെ പ്രിയനായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശദീകരണത്തിലും, നോക്കി, സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കോണം, ഇതിൻ്റെ അകത്ത് ഒരു റോളും നമുക്കില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർക്കില്ല, വിശദീകരിക്കപ്പെട്ടവർക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ നന്ദി പറഞ്ഞേനെ. പക്ഷേ ഇത് ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നതാണ്. അപ്പോൾ ദൈവമാണ് ചെയ്യുന്നത്. ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശദീകരണത്തിലും, അപ്പം ആത്മാവ് നമ്മളെ വിശദീകരിക്കുക, അകത്തെ വിശദീകരിക്കുക, നമ്മുടെ ഹൃദയത്തെ, കല്ലായുള്ള ഹൃദയം മാംസളമാക്കും. അന്നേരം മാത്രമാണ് ഈ സത്യത്തിൻ്റെ വിശ്വാസം നമുക്ക് വരുന്നത്. അതിനായിട്ടാണ്, എന്നെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ചെയ്യുന്നത് ആരാ? ദൈവം. അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവരെ സ്തുതിക്കണ്ടേ? നിങ്ങൾ വിശദീകരണം പ്രാപിച്ച സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്. ഇന്ന് അത് അങ്ങനെയല്ലേ പറയുന്നില്ലേ? നിങ്ങൾ വിശുദ്ധ ജീവൻ നയിക്കുന്നത് കൊണ്ടും നിങ്ങൾ സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ടും നിങ്ങൾക്ക് നന്ദി പറയും അല്ലേ? അതോ ദൈവത്തിന് നന്ദി പറയോ? ദൈവത്തിനാ നന്ദി പറയാൻ ദൈവമല്ല ചെയ്തേ. കർത്താവിൻ്റെ പ്രിയ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശദീകരണത്തിലും, ആദ്യം മുതൽ ബിഗിനിങ് ചൂസൺ യു ടു സാൽവേഷൻ, തിരഞ്ഞെടുത്തു, രക്ഷയ്ക്കായി ആദ്യമേ തിരഞ്ഞെടുത്തതുകൊണ്ട്. അപ്പോൾ ആദ്യമേ തിരഞ്ഞെടുത്തു, ആത്മാവ് വന്ന് നമ്മളെ വിശദീകരിക്കാതെ നമുക്ക് യേശു പറയുന്നതേ അനുസരിക്കാൻ പറ്റില്ല. മടങ്ങി വരാം. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തോണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കും. അപ്പോൾ അനുസരണം കമ്പൽസറിയാണ്. പക്ഷെ ആത്മാവിൽ വിശദീകരിച്ചെങ്കിൽ മാത്രമേ അനുസരിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ
ശരിക്കും ആത്മാവ് വിശദീകരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് വിശുദ്ധ ജീവിതം ആഗ്രഹിക്കാൻ പോലും പറ്റൂ, അനുസരിക്കാനും പറ്റുള്ളൂ. ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിച്ചേ പറ്റുള്ളൂ. യേശു ക്രിസ്തുവിനോട് അനുസരണം കാണിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് വിശ്വാസത്തിൻ്റെ അനുസരണം. പുതിയ നിയമത്തിലെല്ലാം വിശ്വാസത്തിൻ്റെ അനുസരണം. നമ്മളെ കൊണ്ട് കഴിയത്തില്ല. വിശ്വാസത്തിലാണ് അനുസരിക്കുന്നത്. നമ്മുടെ കഴിവിനപ്പുറമാണ് അനുസരണം. ന്യായപ്രമാണം നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം നമുക്ക് പരിജ്ഞാനം തരുന്നുള്ള നമുക്ക് ശക്തിയില്ല. ശക്തി എന്ന് പറയുന്നത് വിശ്വാസത്തിൽ മാത്രമേ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് അനുസരിക്കാൻ പറ്റൂ. എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ റോമാലേഖനം എടുത്തതാണ് ഞാൻ. അതിൻ്റെ അകത്ത് റോമാലേഖനം 1:6 നോക്കിയേ, ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെ വിശ്വാസത്തിൻ്റെ അനുസരണം വരുത്തേണ്ടെന്ന് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചത്. അപ്പോൾ എല്ലാവരും അപ്പസ്തോലത്വം പ്രാപിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൻ്റെ അനുസരണം വരുത്താനാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിൻ്റെ അനുസരണം വരുത്തേണ്ടതിന്. വിശ്വാസത്തിൻ്റെ അനുസരണവും നമ്മുടെ അനുസരണം തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ അനുസരണം സ്വയംനീതിയാണ്, നമ്മുടെ കഴിവുകൊണ്ട് അനുസരിക്കുന്നതും. കർത്താവിൽ വിശ്വസിച്ചനുസരിക്കുന്ന ആത്മാവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോസ്തലത്വം പ്രാപിച്ചതെന്നാണ്, ഞങ്ങൾ അപ്പോസ്തലത്വം പ്രാപിച്ചതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, അതിന് അടുത്ത വചനം നോക്കിയേ, അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. നോക്കിയേ, അപ്പോൾ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ടവർ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് വിശ്വാസത്തിൻ്റെ അനുസരണം പ്രാപിച്ച് അനുസരണത്തിൽ നടക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കിത് മനസ്സിലാകണം. നമ്മളെക്കൊണ്ട് കഴിയാത്തതാണ് വിശ്വാസത്തിൽ അനുസരിക്കാൻ പറ്റും. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയാത്തൊരു ജീവിതം യേശു എനിക്ക് പകരമായിട്ട് ചെയ്തു. ആ യേശുവിൽ വിശ്വസിച്ച് ആ ജീവിതം ഞാൻ നയിക്കുന്നതാണ് വിശ്വാസ ജീവിതം. എൻ്റെ കഴിവിന് അനുസരിച്ച് ജീവിക്കുന്നതെല്ലാം മതമാണ്. ക്രിസ്ത്യൻ മതം എൻ്റെ കഴിവനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. പക്ഷേ ക്രിസ്ത്യാനിറ്റി പറയുന്നത് മൊത്തം നിൻ്റെ കഴിവ് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, ദൈവം തരുന്ന ശക്തിക്കനുസരിച്ച്. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ അനുസരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. അപ്പം അനുസരണം എന്നുള്ളത് നമ്മളെ കൊണ്ട് അനുസരിക്കാൻ പറ്റില്ല, ഹൃദയം കൊണ്ട് അനുസരിക്കാൻ പറ്റില്ല. ഹൃദയം കൊണ്ട് അനുസരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തെ മാറ്റണം. എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 6-ാമത്തെ വാക്യം. നോക്കി, ആവർത്തന പുസ്തകം 30:6 എന്താ പറയുന്നത് നോക്കിയാൽ, നീ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ ഹൃദയവും നിൻ്റെ സന്തതിയുടെ ഹൃദയം പരിച്ഛേദന ചെയ്യും. അപ്പോൾ ദൈവം പരിച്ഛേദന ചെയ്യാതെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിപ്പാൻ പറ്റില്ല. അപ്പോൾ ദൈവം വിശദീകരിക്കാതെ, എൻ്റെ ഹൃദയത്തെ വിശദീകരിക്കാതെ എനിക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം എൻ്റെ കല്ലായുള്ള ഹൃദയം മാംസളമാക്കുന്നതാണ് പുതിയ നിയമത്തിലെ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് സ്നേഹവും എൻ്റെ ഇഷ്ടങ്ങളോട് സ്നേഹവും എൻ്റെ ജഡ ഇഷ്ടങ്ങളോടാണ് സ്നേഹം. പക്ഷേ എൻ്റെ ഹൃദയം മാറ്റിയെങ്കിൽ മാത്രമേ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാനും ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം എൻ്റെ ഹൃദയത്തെ മാറ്റണം. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പി ലേഖനത്തിനകത്ത് എഴുതുന്നത്, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ദൈവം എൻ്റെ ഹൃദയത്തെ മാറ്റിയില്ലെങ്കിൽ, കള്ളനായുള്ള ഹൃദയം മാറ്റിയില്ലെങ്കിൽ എനിക്കൊരിക്കലും ദൈവത്തോട് സ്നേഹമില്ല. അഭിനയം മൊത്തം. ചിന്തിച്ച് ചോദിക്കുക, കൽപ്പന വന്നിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയും, അഭിനയമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറയുന്നത് അഭിനയമാണ്. കാരണം ദൈവം ഹൃദയം മാറ്റിയിട്ടില്ല. അപ്പോൾ നടക്കേണ്ടത് നമ്മുടെ ഹൃദയം മാറ്റാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ, ഹൃദയദൃഷ്ടി പ്രകാശിച്ച് വിളിയാലുള്ള ആശയെന്ന് അറിയേണ്ടതിന്. നമ്മൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ഈ കർത്താവിനെ കാണാൻ പറ്റൂ, കർത്താവിനെ സ്നേഹിക്കാൻ പറ്റൂ. പുതിയ നിയമം ഇതയാണ്. നമുക്ക് എബ്രായ ലേഖനം ഒന്ന് നോക്കാം. പുതിയ നിയമത്തിൻ്റെ, ഞാൻ പഴയ നിയമത്തിലോട്ട് പോകുന്നില്ല, അതൊക്കെ നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പുതിയ നിയമം എന്താണ്? എബ്രായ ലേഖനം 10:16.
നോക്കി, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന നിയമം എങ്ങനെയായിരുന്നു? എൻ്റെ ന്യായപ്രമാണം അവിടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുന്നു. നോക്കി, വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയാണത്. അപ്പോൾ എനിക്ക് സ്നേഹം വരുമല്ലേ? എൻ്റെ ഉള്ളിലാക്കി എൻ്റെ ഹൃദയത്തിൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് അതനുസരിക്കാൻ പറ്റുമോ? മറ്റേ അനുസരിക്കുന്നത് എങ്ങനെയാണ്? ഹൃദയത്തിൽ നിന്നല്ല അനുസരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ഹൃദയത്തിൽ കൊണ്ട് അനുസരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഈ ഹൃദയം മാറാത്തത് കൊണ്ട് പുറമേ അനുസരിക്കുക. ഒരിക്കലും ഹൃദയം മാറുന്നു. ഹൃദയത്തിൻ്റെ അകത്ത് കയ്പും വെറുപ്പും ദൈവത്തോട് സ്നേഹവും ഇല്ല. പുറമേ ആഗ്രഹിക്കും. ക്രിസ്ത്യാനി ആയിട്ടില്ല. കാരണം ഹൃദയശുദ്ധി ഇല്ല, ദൈവത്തെ കാണാനൊക്കെ ഇല്ല. അപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തെ മാറ്റെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തോടുള്ള സ്നേഹവും വിശുദ്ധിയോടുള്ള സ്നേഹം, ദൈവത്തിൻ്റെ വിശുദ്ധിയോടുള്ള സ്നേഹവും എൻ്റെ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളോട് എനിക്ക് എതിർപ്പും പാപത്തോട് വെറുപ്പും തോന്നണമെങ്കിൽ എൻ്റെ ഹൃദയത്തെ ദൈവം മാറ്റണം. ഇതാണ് ദൈവം രക്ഷിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ്. ഈ ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അനുസരിക്കാൻ പറ്റൂ. അപ്പോൾ ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ചനുസരിക്കണം അല്ലേ? അപ്പോൾ ആത്മാവ് എന്നെ വിശദീകരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അനുസരിക്കാൻ പറ്റൂ. ആത്മാവ് വിശദീകരിക്കാതെ ഞാൻ അനുസരിച്ചാൽ അത് പുറമേ ഉള്ള അനുസരണമായി കപടഭക്തിയായി പോകും. ഹൃദയം മാറിട്ടില്ല. അപ്പോൾ എൻ്റെ വെറുപ്പുണ്ട് അല്ലേ? ഈ പ്രമാണം കിട്ടുമ്പോൾ തന്നെ അവർക്ക് വെറുപ്പാണ്. കാരണം ദൈവത്തോട് വെറുപ്പാണ്. കാരണം അനുസരിക്കാൻ പറ്റുന്നില്ല. ഹൃദയം മാറിയിട്ടില്ല. ഹൃദയം ദൈവം മാറ്റിയാലേ പറ്റൂ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവം മാറ്റുന്നതാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ന് മാറാത്തതെന്ന് ചോദിച്ചാൽ, ഹൃദയം മാറ്റുന്ന വീണ്ടും ജനനം ഉണ്ടാക്കുന്ന ശുശ്രൂഷ നടത്തുന്നില്ല. ദൈവമാണ് ഒരുത്തനെ വീണ്ടും ജനിപ്പിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നില്ല. നിങ്ങളൊരു തീരുമാനമെടുത്താൽ രക്ഷിക്കപ്പെടും എന്നുള്ള ശുശ്രൂഷ എത്ര ചെയ്താലും ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരു വ്യക്തിയെയും വീണ്ടും ജനിപ്പിക്കാൻ പറ്റില്ല. ശുശ്രൂഷ തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പം നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിന് മൂവ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ വിശ്വസിച്ചാൽ മതി. പക്ഷേ ദൈവമാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ മാറ്റും, നിങ്ങളെ വീണ്ടും ജനിപ്പിക്കും. അപ്പോൾ ദൈവം ഒരു വീണ്ടും ജനനം ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. എക്സാമ്പിൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം നോക്കി. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നീക്കോദിയോസ് എന്ന വേറൊരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ യഹൂദന്മാരുടെ പ്രമാണിയാകുമ്പോൾ ന്യായപ്രമാണം മൊത്തം പൗലോസിൻ്റെ കൂട്ട് അനുസരിക്കുന്നവനാണ്. രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്നത് ഇടയാളം ചെയ്യാൻ കഴിയില്ലെന്ന്, ആർക്കും കഴിയില്ലെന്ന് അറിയുന്നു. അപ്പം നീക്കോദിമോസിന് യേശുവിനെ പറ്റി നല്ല അഭിപ്രായമുണ്ട്. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതാ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള അറിവ് കൊണ്ട് വീണ്ടും ജനിക്കത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ യേശു പറയത്തില്ല നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യം കാണത്തില്ലെന്ന്. അപ്പോൾ പരീശന്മാരുടെ പ്രമാണിയാണ്, ന്യായപ്രമാണം മൊത്തം അറിയാം, അനുസരിക്കുന്നുമുണ്ടാകാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തു നിന്നാണ് യേശു വന്നതെന്നും അറിവുണ്ട്, പക്ഷെ വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ ഈ അറിവല്ല, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് ഒരു മാറ്റം സംഭവിപ്പിക്കുക. ഇന്ന് അനേകർ യേശുവിൻ്റെ അടുത്ത് വരുന്നുണ്ട്, യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു രോഗസൗഖ്യം കിട്ടുന്നുണ്ട്, മടങ്ങുന്നുണ്ട്. ഇതുകൊണ്ട് വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തെ, കല്ലായുള്ള ഹൃദയത്തെ മാറ്റി എനിക്കൊരു പുതിയ ജീവൻ തരുന്നതാണ് വീണ്ടും ജനനം. അല്ലാത്തടത്തോളം കാലം ഞാൻ ദൈവത്തെ അറിയാം, ദൈവം എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ തരുന്നുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയത്തെ മാറ്റിയിട്ടില്ല. ഹൃദയം മാറിയെങ്കിൽ മാത്രമേ വീണ്ടും ജനനമാകുന്നുള്ളൂ. ഹൃദയം മാറിയെങ്കിൽ മാത്രമേ എനിക്ക് യേശു പറയുന്നതനുസരിക്കാനും യേശുവിനെ സ്നേഹിക്കാനും യേശുവിനെ എല്ലാ മഹത്വവും കൊടുക്കാനും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെയുള്ള എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും മഹത്വം കൊടുക്കുന്നത്. നോക്കിയേ, യേശു അവനോട് ആമേനാവാൻ എന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നീക്കോദീമോസ് അന്ന് വരെ ദൈവരാജ്യം കണ്ടിട്ടില്ല. നീക്കോദീമോസ് അന്തിച്ചു പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നീക്കോദീമോസോട് പറഞ്ഞത് നീ ഇപ്പോൾ നടക്കുന്ന നടപ്പ് പറ്റത്തില്ല, അങ്ങനെയല്ലേ അനേകർ പറയുന്നത്. ഒന്നുകൂടെ ഒന്ന് മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ നീക്കോദീമോസിന് പറ്റുമായിരുന്നു, ഇന്നിപ്പോൾ പല പാസ്റ്റർമാർ പറയുന്നത് പോലെ. പക്ഷേ യേശു അതല്ല പറഞ്ഞത്, നിനക്ക് ജീവനില്ല, നിനക്ക് ജീവൻ വേണം. ആ ജീവൻ തരാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. പക്ഷെ ഇന്ന് പ്രസംഗം അതല്ല, ജീവൻ പ്രാപിക്കുന്ന പ്രസംഗമല്ല. മാനസാന്തരപ്പെടും. എങ്ങനെ മാനസാന്തരപ്പെടണം? ഈ മാനസാന്തരപ്പെട്ടാൽ, നീക്കോദീമോസ് മാനസാന്തരപ്പെട്ടാൽ ജീവൻ പ്രാപിക്കുമോ?
മാനസാന്തരപ്പെട്ട ദൈവരാജ്യം കാണത്തില്ല. ദൈവം എൻ്റെ അകത്ത് ജീവൻ തന്നില്ല, മരിച്ചു കിടക്കുന്ന എന്നെ ജീവൻ തന്നെങ്കിൽ മാത്രമേ എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന ദൈവരാജ്യത്തിൽ ഞാൻ ജനിക്കത്തുള്ളൂ. നിക്കോദോസിന് അറിയത്തില്ല. നിക്കോദോസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? വചനമെല്ലാം അറിയാം. രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കയറി കടന്ന് ജനിക്കണോ എന്നൊക്കെ അറിയില്ല. യേശു ചോദിക്കുക, ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിട്ട് നിനക്കിതറിയില്ലേ? ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവാണ്, വചനം മൊത്തം അറിയാം, വളരെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെങ്കിൽ വീണ്ടും ജനിച്ചില്ല, സ്വർഗ്ഗരാജ്യത്തിൽ കാണത്തില്ല. വീണ്ടും ജനിക്കുന്നത് ദൈവം ജനിപ്പിച്ചാലേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 2 കണ്ടീഷനേ ഉള്ളൂ. കൽപ്പനയെല്ലാം അനുസരിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ, വീണ്ടും ജനിച്ചൊരു കൂട്ടർ, അവർ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ പോവുള്ളൂ. യേശു പറഞ്ഞത് അങ്ങനല്ല, നീ വീണ്ടും ജനിച്ചിട്ട് കൽപ്പനയെല്ലാം അനുസരിക്കണമെന്നല്ല പറഞ്ഞത്. വീണ്ടും ജനിച്ചില്ല സ്വർഗ്ഗരാജ്യത്തിൽ പോവില്ല. അപ്പോൾ വീണ്ടും ജനിപ്പിക്കുന്ന ദൈവം ഒരാളെ വീണ്ടും ജനിപ്പിച്ചാൽ അവനെ തൻ്റെ മകനായതുകൊണ്ട് അവനെ നിത്യതയിലെത്തിക്കുന്ന ആ ക്രിസ്തുവിനെ പോലെ ആക്കിയെടുക്കുന്ന ദൈവം തന്നെ ചെയ്യുന്നത്. ആ വീണ്ടും ജനിപ്പിച്ച ദൈവം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ജനിച്ചാൽ നീ സ്വർഗ്ഗരാജ്യം കാണാമെന്നാണ് പറഞ്ഞേ. അതായത് ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെക്കൊണ്ട് ഒരിക്കലും അപ്രാപ്യമായ കാര്യമാണ്. കാരണം എൻ്റെ അവസ്ഥ എന്താണ്? എഫെസ്യ ലേഖനം 2:1 നോക്കി, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. ഉയർപ്പിക്കുന്നതാണിത്. ദൈവം ഉയർപ്പിച്ചെങ്കിൽ മാത്രമേ. ദൈവം ഉയർപ്പിച്ചില്ലെങ്കിൽ, ഉയർപ്പിക്കുന്നതിന് മുമ്പും ഉയർപ്പിച്ചില്ലെങ്കിലും ഈ ലോകത്തിൻ്റെ കാലഗതിയും ആകാശത്തിൻ്റെ അധികാരത്തിൻ്റെ അനുസരണക്കേണ്ട മക്കൾ വ്യാപരിക്കുന്ന അധിപതിയായ ആത്മാവിനും അധിപതിയായ അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളും നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് വരെ, ദൈവം വീണ്ടും ജനിപ്പിക്കുന്നതിന് മുമ്പ് വരെ നമ്മൾ കോപത്തിൻ്റെ മക്കളാണ്. നിക്കോദീമോസ് പരീക്ഷനാണ്, കൽപ്പനകൾ മൊത്തം അറിയാം. യേശു ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വന്നെന്നറിയാം. പക്ഷേ നിക്കോദീമോസ് ആരാ? കോപത്തിൻ്റെ മോനാ. ഇത് ഭയങ്കരമായിട്ട് അപകടമാണ്. ആത്മീയതയിൽ ഉന്നതി നിൽക്കുന്ന പലരും കോപത്തിൻ്റെ മക്കളാണെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ അവരിലില്ല. ദൈവത്തിൻ്റെ ജീവനുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മകനാ. ആ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ യേശു വന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കോപത്തിൻ്റെ മക്കൾ എന്തെങ്കിലും ചെയ്താൽ നല്ല മക്കളാകത്തില്ല, കരുണയുടെ മക്കളാകത്തില്ല. കരുണയുടെ മക്കളാണെന്നുണ്ടെങ്കിൽ കണ്ടോ, കരുണാസമ്പന്നനായ ദൈവം നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചാൽ നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുന്നു. അന്നെങ്കിൽ മാത്രം, ജീവിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവും. ദൈവത്തിൻ്റെ മക്കളാകാതെ സഭയിൽ വരാം, ടൈത്ത് കൊടുക്കാം, ആരാധിക്കാം, ഇതെല്ലാം ചെയ്യാം, പക്ഷേ വീണ്ടും ജനിക്കാതിരിക്കാം. വീണ്ടും ജനിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വീണ്ടും ജനിച്ച വ്യക്തിയെ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ, ഞാൻ അടുത്ത വചനത്തിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. നമ്മുടെ അവകാശം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ചില്ലേ സ്വർഗ്ഗരാജ്യം കാണത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാ. വീണ്ടും ജനിപ്പിക്കുമ്പോൾ തന്നെ പിതാവിൻ്റെ മകനായിട്ട് ജനിക്കുക, പിതാവിൻ്റെ എല്ലാ സ്വത്തിൻ്റെയും അവകാശിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാകണമെങ്കിൽ, ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് മനസ്സിലാകണമെങ്കിൽ ഹൃദയം ദൈവം തുറക്കാതെ പറ്റില്ല. നിക്കോദീമോസ് മനസ്സിലായില്ല. വളരെ പാണ്ഡിത്യമുണ്ട്, ബൈബിൾ മൊത്തം അറിയാം, പക്ഷെ മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. ജീസസ്, ഹല്ലേലൂയ. എന്നൊക്കെ നമ്മൾ മടങ്ങി വരിക. ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനായി വൃതന്മാരായവർക്ക്, അതായത് ദൈവം തിരഞ്ഞെടുത്തവർ എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. ആത്മാവ് വിശദീകരിക്കുന്നതുകൊണ്ട് നമുക്ക് അനുസരണം കാണിക്കാൻ പറ്റും. പക്ഷേ യേശുവിൻ്റെ രക്തം തളിക്കപ്പെടുമ്പോൾ വിശുദ്ധരാകുമോ?
യേശുവിൻ്റെ രക്തം പാപം ക്ഷമിച്ച് കിട്ടുന്നതല്ലേ, അതോ വിശുദ്ധരാകുമോ? ആത്മാവാണ് നമ്മളെ വിശദീകരിക്കുന്നതല്ലേ. ആത്മാവ് നമ്മുടെ അകത്തെ വിശദീകരിക്കുക. ദൈവത്തിന് ക്രിയേറ്റ് ചെയ്യാൻ, എന്തെങ്കിലും സൃഷ്ടിപ്പ് നടത്താൻ ആത്മാവിന് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, കല്ലായുള്ള ഹൃദയം മാംസമുള്ള അല്ല, എൻ്റെ പുതിയൊരു ഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണേ. സൃഷ്ടിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ, നമുക്ക് സ്വയമായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ ആ സിറ്റീസ്, ഞാൻ ജനിച്ച പോലെ എന്നെ എനിക്ക് അകം മാറ്റാൻ പറ്റത്തില്ല, ദൈവം എന്നെ സൃഷ്ടിക്കണം. അതുകൊണ്ടാണ് ഒരുത്തൻ പുതിയ സൃഷ്ടി ആക്കിയെങ്കിൽ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ ദൈവം എന്നെ പുതിയ സൃഷ്ടി ആക്കിയെങ്കിൽ മാത്രമേ എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാർക്ക്. അപ്പം യേശുക്രിസ്തുവിൻ്റെ രക്തം കൂടെ തളിക്കും വ്രതന്മാർക്ക്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം തളിച്ചാൽ ശുദ്ധീകരിക്കപ്പെടുമോ? ഇല്ലെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു, പക്ഷേ ശുദ്ധീകരിക്കും. എങ്ങനെ അറിയാം? അതാ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. അപ്പോൾ നമ്മൾ പത്രോസിൻ്റെ ലേഖനം മൊത്തം വായിക്കുമ്പോൾ നമുക്കറിയുന്നത്, ആ ലേഖനത്തിന് താഴോട്ട് 13-ാമത്തെ വാക്യം തൊട്ട് 16-ാമത്തെ വാക്യം. ഞാനിത് തുടർമാനമായിട്ട് പോകും. എന്നൊക്കെ 18-ാമത്തെ വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയും നിങ്ങളെ അറിയുന്നല്ലയോ. നോക്കിയേ, അപ്പോൾ രക്തം നമ്മളെ പഴയ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് രക്തം വീണ്ടെടുത്തു. അപ്പോൾ ആത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നു, അപ്പോൾ രക്തവും നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ ആ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തു. എന്നൊക്കെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പ്. അപ്പോൾ ഈ രക്തം നമ്മളെ വീണ്ടെടുത്തില്ലെങ്കിൽ നമ്മുടെ നടപ്പ് ഒരിക്കലും നന്നാക്കടാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഈ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നമ്മുടെ നടപ്പിൽ നിന്ന് യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ നമ്മളെ വീണ്ടെടുക്കാൻ പറ്റൂ. ഇന്ന് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയുമോ, യേശുവിൻ്റെ രക്തം നമ്മളെ പാപം ക്ഷമിക്കുമെന്നേ അറിയത്തുള്ളൂ. പക്ഷേ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു രക്തം. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കുവാനായിട്ട് വ്രതന്മാർക്ക് എഴുതുന്നത്. പ്രിയപ്പെട്ട, ആത്മാവ് നമ്മളെ വിശദീകരിക്കുകയും രക്തം നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വിശുദ്ധീകരണം നയിക്കും? അപ്പോൾ യേശുവിൻ്റെ രക്തം എന്നെ വീണ്ടെടുത്തില്ലെങ്കിൽ ഞാൻ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള ഈ നടപ്പിൽ നിന്ന് എന്നെ വീണ്ടെടുക്കാൻ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ പറ്റൂ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ രക്തം നിങ്ങളെ അതിൽ നിന്ന് വീണ്ടെടുത്തോ, അതോ ഇപ്പോഴും അതിലാണ് നടക്കുന്നത്? പക്ഷെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ, വീണ്ടെടുത്തല്ലോ, എടുക്കുമെന്നല്ല പറഞ്ഞ് എടുത്തിരിക്കുന്നു. അപ്പോൾ രക്ഷയെന്ന് പറയുന്നത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് ഈ രക്തം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ നടപ്പ് പഴയ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഈ രാവിലെ വന്നിരുന്ന്, കർത്താവേ, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നിൻ്റെ രക്തം എന്നെ വീണ്ടെടുത്തതോർത്ത് ദൈവത്തിന് സ്തോത്രം പറയില്ലേ? അതോ ഇന്നലെ നടത്തിയ എന്നയ്ക്ക് വേണ്ടി സ്തോത്രം പറയുമോ? കഴിഞ്ഞ ഒരാഴ്ചക്കാലം 63 വർഷം നടത്തിയ ദൈവത്തിന് സ്തോത്രം പറയുമോ? അതോ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ ഈ നടപ്പിൽ നിന്ന് വീണ്ടെടുത്ത ഈ ദൈവത്തിന്, ആ രക്തം തന്ന വീണ്ടെടുത്ത ആ ദൈവത്തിന് സ്തോത്രം പറയുമോ? ഞാൻ അല്ലാതെ ഇവിടുത്തെ എല്ലാ നന്മ കിട്ടിയാലും ഞാൻ മരിക്കുന്നുണ്ട് നഷ്ടമാകുന്നതിന് വേണ്ടി സ്തോത്രം പറയുമോ? ഇനി ഇതെല്ലാം തന്നിട്ടും ഈ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ എൻ്റെ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തില്ലെങ്കിൽ ഞാൻ നിത്യത കാണും. Praise the Lord. Okay, empty way of life received by tradition and from your fathers. അല്ലേ? എൻ്റെ അപ്പൻ്റെ അമ്മമാരിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമായിട്ട് കിട്ടി, ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ വീണ്ടെടുത്തത്. ഇനിയിപ്പോൾ അപ്പൻ്റെ ശാപമുണ്ടോ? അപ്പൻ ചെയ്തതിൻ്റെ ശാപമുണ്ടോ? ഇപ്പോഴും ശാപത്തിന് മുറിക്കുക, ഇപ്പോഴും ശാപം മുറിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. എന്തുകൊണ്ടാ? ഈ വീണ്ടെടുപ്പ് ഇതുവരെ നടക്കാത്തതുകൊണ്ടല്ലേ ശാപം മുറിക്കേണ്ടി വരുന്നത്.
ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അറിയുന്നില്ല. അറിയാത്തവർക്ക് എന്തൊരു കഷ്ടമാണെന്നേക്ക്. അറിയാത്തവർ പിന്നെയും പാരമ്പര്യം മുറിക്കാൻ വേണ്ടി, ശാപം മുറിക്കാൻ വേണ്ടിയിട്ട് ശുശ്രൂഷ നടത്തുകയല്ലേ. അത് ദൈവികമാണോ? സ്തോത്രം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന നടക്കുന്നുണ്ട്. വലിയ വലിയ പ്രഗത്ഭരായ ദൈവദാസന്മാരായി ശുശ്രൂഷ ചെയ്യുന്നതല്ലേ. ഈ വചനം അവരുടെ ഇല്ലയോ? പക്ഷെ ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. അത് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാതിരിക്കും. ഇവിടെ നിൽക്കുമ്പോൾ എത്രമാത്രം നന്ദിയോടാണ് നിൽക്കുന്നത്. ഇത് വെളിപ്പെടുത്തി തന്നെ. ഇത് രക്തം എന്നെ വ്യർത്ഥവും പ്രതിപാരം. എനിക്കറിയില്ലായിരുന്നു നേരത്തെ. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കാൽവറിയിലെ ഈ യാഗത്തിൽ ഭാഗവാക്കാകുമ്പോൾ എന്നെ ഓർത്തോണം, എന്നെ വ്യർത്ഥവും പ്രതിപാരമ്പര്യവുമായ ആ നടപ്പിൽ നിന്ന് രക്ഷിച്ച രക്തമാണ്. അപ്പോൾ ഈ രക്തത്തിൻ്റെ വില എന്താണ്? ഞാൻ ഇതിനകത്ത് വന്ന് ഭാഗവാക്കാകുമ്പോൾ എത്ര നന്ദിയോടെ സ്തോത്രത്തോടായിരിക്കും ഇത് അനുഭവിക്കാൻ വരുന്നത് കർത്തൃമേശയിൽ. ഈ വെളിപ്പാടില്ലാത്തൊരു വ്യക്തിക്കോ എൻ്റെ പാവം കർത്താവെ അറികൂടാതെയും ചെയ്തു പോയ പാവങ്ങളെല്ലാം ക്ഷമിക്കണേക്കെന്ന് പറയല്ലോ. എന്നിട്ട് ഇത് ഇവിടുന്ന് പോയാലും ഓരോ നിമിഷവും ഈ രക്തത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുമോ? എന്നെക്കൊണ്ട് അസാധ്യമായൊരു കാര്യം യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് എന്നെ വീണ്ടെടുത്തു, വ്യർത്ഥവും പ്രതിപാരമ്പര്യവുമായ എൻ്റെ നടപ്പിൽ നിന്ന്. എന്നെ എങ്ങനെയാണ് ദൈവം രക്ഷിക്കുന്നത്? ആ രക്ഷ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഈ ദൈവത്തിനല്ലാതെ എന്നെ രക്ഷിക്കാൻ ആർക്ക് പറ്റും? ഈ യേശുവിനല്ലാതെ എന്നെ രക്ഷിക്കാൻ ആർക്ക് പറ്റും? എനിക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ ഒക്കുമോ? നിങ്ങളൊരു വിശുദ്ധ ജീവൻ നയിക്കും, നിങ്ങൾ സ്വർഗത്തിൽ പോകും. ബൈബിൾ അല്ലത്. യേശു എന്നെ ഈ വ്യർത്ഥവും പിതുവാൻ നടപ്പെന്ന് വിടുവിച്ചത് കൊണ്ടാണ് എനിക്കൊരു വിശുദ്ധ ജീവൻ നയിക്കാൻ പറ്റുന്നത്. അത് തന്നല്ല, ഞാൻ വീണാൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നിന്ന് എന്നെ താങ്ങി നടത്തുക, ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ്. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് വേണ്ടി ആ രക്തം കൊടുത്ത് എന്നെ വീണ്ടെടുത്തത്. എൻ്റെ ജീവിതത്തിൽ അനുഭവമായത് ഞാൻ ഈ സത്യം അറിഞ്ഞതിന് ശേഷമാണ്. ഇന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഈ സത്യം ഇവിടെ വന്നിരിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് വരട്ടെ. അത് വന്നാൽ നിങ്ങൾക്കൊരു വലിയ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ഇത് സത്യത്തെ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബന്ധനത്തിലാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ അപ്പോസ്തലൻ എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾ അറിയുന്നുവല്ലോ. കാരണം അറിയുന്നില്ലെങ്കിൽ നടപ്പ് പഴയ നടപ്പായിരിക്കും. എന്നെക്കൊണ്ടിത് കഴിയത്തില്ലെന്നോ പറയും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നോക്കിയോണം, ഞാൻ ആ ലേഖനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാർ. അപ്പോൾ വ്രതന്മാർക്ക് മാത്രമേ ഈ രക്തം തളിക്കപ്പെട്ട് അവരെ വൃത്തവും പൃതുപാരമ്പര്യമായുള്ള നടപ്പിൽ നിന്ന് വീണ്ടെടുക്കുന്നുള്ളൂ. എല്ലാവരെയും ഇല്ല. നമ്മൾ നോക്കിയാൽ മതി, വേറൊരാളെ നോക്കണ്ട. നമ്മളെ ദൈവം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണോ? ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലാണോ ഞാൻ നടക്കുന്നത്? വേറൊരാളെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. കാരണം വ്യക്തിപരമായത് രക്ഷ വ്യക്തിപരമാണ്. ആ രക്ഷാപദ്ധതിയിൽ ഞാനോ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ അകത്തുനിന്ന് ദൈവം എന്നെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണോ? എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? രക്ഷയെന്ന് പറയുന്നത് മരണം വരെ നടക്കുന്നൊരു കാര്യമാണ്. കാരണം ക്രിസ്തുവിൻ്റെ നീതിയിലേക്കാണ് ഞാൻ എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് മാത്രമേ ആ നീതിയിൽ എന്നെ എത്തിക്കാൻ പറ്റൂ. എന്നെ വീണ്ടെടുത്ത ആ ക്രിസ്തുവിന് മാത്രമേ. കാരണം കാൽവറിയിൽ യേശു മരിക്കുമ്പോൾ എന്നെ വീണ്ടെടുക്കാൻ വേണ്ടുന്നതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു. അത് എൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കി തരുന്നത് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. എന്നെ ഓരോ നിമിഷവും എന്നിൽ നിന്ന് ഈ വിശുദ്ധ ജീവൻ എന്നിൽ നിന്ന് വരുമ്പോൾ യേശു ആ മഹത്വം എടുക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അറിയാം? അവൻ വന്നാൽ എന്നിൽ നിന്ന് എടുത്തു തരും, അവൻ എന്നെ മഹത്വപ്പെടുത്തും. എന്നിൽ നിന്ന് എന്തോ എടുത്തു തരും? കാൽവറിയിൽ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ വിശുദ്ധീകരിക്കാൻ, ദേഹത്തിലെത്തിക്കാൻ വേണ്ടി എന്തൊക്കെ കാൽവറിയിൽ യേശു ചെയ്തോ അത് പരിശുദ്ധാത്മാവ് എടുത്ത് എനിക്ക് തരും. എന്നിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ യേശു ചെയ്തതിൻ്റെ അനുഭവം എന്നിൽ വരുമ്പോൾ യേശു മഹത്വം എടുക്കും. ഇങ്ങനെയാണ് ദൈവം നമ്മളെ വിശദീകരിക്കുന്നത്. ഇതൊരു പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ 1-2 വാക്യത്തിലാണ് നിൽക്കുന്നത്. തുടർമാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോവാം.
യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തിയോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും മിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾ, അതിനെപ്പറ്റിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച്, ആത്മാവ് ആദ്യം നമ്മളെ വിശദീകരിച്ചാലേ അനുസരണം കാണിക്കാൻ പറ്റും. അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തം തളിക്കപ്പെടുവാനും, ആ യേശുക്രിസ്തുവിൻ്റെ രക്തം എന്നെ വീണ്ടെടുത്തെങ്കിൽ മാത്രമേ പിതൃപാരമ്പര്യവും വ്യർത്ഥമായുള്ള നടപ്പിൽ നിന്ന് എന്നെ വീണ്ടെടുത്തു. ആരെ? വൃതന്മാരായവർക്ക്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട വൃതന്മാർക്കാണ് ഇത് എഴുതുന്നതെന്ന്. അപ്പോൾ ഇത് ഈ താഴോട്ട് ഭാഗം വായിച്ചാൽ ആർക്ക് മാത്രമേ മനസ്സിലാവൂ? ഇത് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, നന്മ ചെയ്യുന്ന, ക്ഷീണിച്ചു പോരുന്ന, മടുക്കു പോരുന്ന ഇതൊക്കെ പറയുന്നതിന് ആർക്കേ മനസ്സിലാവുള്ളൂ? ഇങ്ങനെ വിശദീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ താഴോട്ടുള്ള ഭാഗം മനസ്സിലാകത്തുള്ളൂ. അല്ലാത്തവർ വായിച്ചാലോ ഇതൊന്നും നമുക്കുള്ളതല്ലെന്ന് പറയും. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമെന്താണെന്നറിയാം. ഇനി നമ്മൾ താഴോട്ട് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ വിശദീകരണം പ്രാപിച്ചവരെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്ന കൽപ്പനകൾ ഒരു വിഷയമല്ല. അല്ലാത്തവർക്കോ ജഡം കൊണ്ട് വേണം അനുസരിക്കാൻ, വിശദീകരണം പ്രാപിക്കാതെ വേണം ഇതനുസരിക്കാൻ. അപ്പോൾ എന്തോ ചെയ്യും? നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചെയ്യും, പക്ഷെ നിത്യതയിൽ പോവില്ല. എത്ര ഭയങ്കരമല്ലേ! എനിക്ക് ഒത്തിരി ദുഃഖം വരും. പ്രഗത്ഭരായ ദൈവദാസന്മാർ, പ്രഗത്ഭരായി നല്ല വിശുദ്ധീകം നയിക്കുന്നവർ, പക്ഷെങ്കിൽ ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. ഇതെന്തൊരു സന്തോഷമല്ലേ! നമ്മളെ കൊണ്ട് കഴിയാത്തത് കർത്താവ് നമുക്ക് പകരമായി ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ആയി വരിക. ഞാൻ പരാജയപ്പെടുമ്പോൾ, കർത്താവേ നീ എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചതാ, നീ എന്നെ കൈവിടത്തില്ല. ഓരോ നിമിഷം കരം പിടിച്ച് നടത്തി അവസാനം വരെ ഒരിക്കലും കൈവിടത്തില്ല. വീണാലും നിലംപരിചാക്കത്തില്ല, പിടിച്ചു കയറ്റി. ഒറ്റ ഉദ്ദേശമുള്ളൂ, പിതാവിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടു നിർത്തണം. അങ്ങനൊരു സഭയെ ചേർക്കാനാണ് കർത്താവ് വരുന്നു. നമ്മൾ ആ ഓട്ടത്തിലാണോ? എൻ്റെ മിടുക്കൊണ്ട് പറ്റത്തില്ല, നിങ്ങളുടെ മിടുക്കൊണ്ടും പറ്റില്ല, എൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാനിപ്പോഴും ദൈവം എന്നെ വിശുദ്ധിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്കും അത് പിടിക്കാം. പൗലോസ് പറയാ, എനിക്കും അത് പിടിക്കാമെന്നോ വെച്ച് അവൻ എന്നെ പിടിച്ചിരിക്കിയാൽ എനിക്കും അത് പിടിക്കാമെന്നോ വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പിടിച്ചു കഴിഞ്ഞെന്നല്ല, പ്രാപിച്ചെന്നല്ല, പക്ഷെ അവൻ എന്നെ പിടിച്ചിരിക്കുക. ഞാൻ കയറി പിടിച്ചതല്ല, അവൻ എന്നെ പിടിച്ചിരിക്കിയാൽ എനിക്കും അത് പ്രാപിക്കാമെന്ന് വെച്ച് ഞാൻ പൂർണ്ണമായി എൻ്റെ നാഥനിൽ ആശ്രയിച്ച്, എൻ്റെ രക്ഷകനായ കർത്താവിൽ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും, കർത്താവെ യോഗ്യതയില്ല, നീ എന്നെ യോഗ്യതയുള്ളവനാക്കി തീർക്കുന്നത്, എനിക്ക് പ്രാപ്തത്തില്ല കർത്താവേ, നിനക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഹല്ലേലൂയ. ജീസസ്, ഇത്ര വലിയ സ്നേഹം, കരുണാസമ്പന്നനായ ദൈവമോ ഇത്ര വലിയ രക്ഷ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഓർക്കുമ്പോൾ, ഇത്ര വലിയ മഹത്വകരമായൊരു രക്ഷ ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ ഒരിക്കലും പ്രാപിക്കാൻ പറ്റാത്ത അപ്രാപ്യമായ ആ രക്ഷയെ എന്നെയും അവിടെ കൊണ്ട് എത്തിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത് അവന് വേണ്ടി കാത്തിരിപ്പാൻ തക്കവണ്ണം എന്നെ ഓരോ നിമിഷവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കർത്താവിന് എത്ര നന്ദി പറയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. അന്ന് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ, ഞാനിവിടെ ശുശ്രൂഷിക്കുന്നതിനപ്പുറമായി നിങ്ങൾ ഈ ദൈവവചനം പോയി വീട്ടിൽ പോയി വായിക്കുക. നിങ്ങൾക്ക് കൂടുതലായി ഇതിൻ്റെ